നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ലറ്റാഫയുടെ ഊഡ് ഫോർ ഗ്ലോറിയുടെ റിവ്യൂവും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നെസിന്റെയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കമ്പാരിസൺ വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് പെർഫ്യൂംസിന്റെ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഈ വീഡിയോസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തത് ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഊഡ് ഫോർ ഗ്ലോറി സ്പ്രേ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ കയ്യിൽ ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ്സും സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പെർഫ്യൂംസും യൂണിസെക്സ് ഫ്രേഗ്രൻസസ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ് എന്നുള്ളത് 2018 റിലീസ് ചെയ്ത പെർഫ്യൂമാണ്. ഊഡ് ഫോർ ഗ്ലോറി എന്ന് പറയുന്നത് 2020 റിലീസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇനി ബോട്ടിൽ ഡിസൈൻ ആണെങ്കിലും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ ഡിസൈനിൽ ഊഡ് ഫോർ ഇനീഷ്യോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിനൊരു 10 out of 10 ഉണ്ട്. ലറ്റാഫ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോപ്പി അടിക്കും 10 out of 10 തന്നെയാണ് കൊടുക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ബോട്ടിൽസ്. രണ്ട് ബോട്ടിൽസും കാണാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനി ഈ രണ്ട് പെർഫ്യൂംസിനും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പെർഫ്യൂം സ്പ്രേ ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഇതൊന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുന്നത് വരെ നമ്മൾ നോസ് ബ്ലൈൻഡ് ആയി പോകുന്ന ഒരവസ്ഥ സംഭവിക്കുന്നുണ്ട്. ഈ രണ്ട് ഫ്രേഗ്രൻസസിനും എനിക്ക് ആ ഫീൽ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്കത് തോന്നുന്നത് ഇനീഷ്യയുടെ പെർഫ്യൂമിനാണ്. രണ്ട് പെർഫ്യൂംസിനും ആ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സ്പ്രേ ചെയ്ത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നൊന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളായി പോകും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഫ്രേഗ്രൻസ് സ്മെൽ ചെയ്യാനും പറ്റും. ഇനി ഒരു എക്സ്ട്രീം ഡ്രൈ ഡൗണിലേക്ക് ആകുന്ന സമയത്ത് നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ട് പെർഫ്യൂംസിന്റെയും റിവ്യൂവും എൻ്റെ ഫൈനൽ തോട്ട്സും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. കാരണം കുറേയധികം സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആകുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഓപ്പണിംഗ്, ഇപ്പം നോട്ട്സിന്റെ ബ്രേക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ, ഫ്രേഗ്രൻറ്റിക്കയിൽ നോക്കുവാണെങ്കിൽ നല്ല ഡിറ്റോ ആണ് രണ്ട് പെർഫ്യൂംസിന്റെയും നോട്ട്സ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർഫ്യൂമിനെ ഇൻസ്പയർ ചെയ്തിട്ട് പെർഫ്യൂംസ് വരുമ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന ബ്രാൻഡുകൾ അതിനകത്ത് ചില നോട്ട്സ് ആഡ് ചെയ്യും, ചില നോട്ട് ഡിലീറ്റ് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട്, ചില ഇംപ്രവൈസേഷൻസ് വരുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നോട്ട്സിന്റെ ബ്രേക്ക് ഡൗണിൽ ഡിറ്റോ ആണ്, ഒരു വ്യത്യാസമില്ല. രണ്ട് പെർഫ്യൂംസിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വളരെ സിമിലർ ആയിട്ടുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ഓപ്പണിങ്ങിൽ ഫസ്റ്റ് സ്നിഫിൽ എനിക്ക് ഈ ഊഡ് ഫോർ ഗ്ലോറിയിൽ നിന്നും കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മൾ ഈ മരത്തിലൊക്കെ അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വുഡി നമ്മുടെ ഫേർണിച്ചറുകളിലൊക്കെ അടിക്കുന്ന ഒരു വാർണിഷ് ഉണ്ടല്ലോ, വുഡ് വാർണിഷ് എന്ന് പറയുന്നൊരു സൂത്രം. അപ്പം ആ ഒരു സാധനത്തിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ ലറ്റാഫ ഊഡ് ഫോർ ഗ്ലോറിയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനത്തെ ആ ഒരു വുഡ് വാർണിഷിൻ്റെ സ്മെല്ല് എനിക്ക് ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ്സിൽ നിന്ന് കിട്ടുന്നില്ല. ഇനീഷ്യോയുടെ പെർഫ്യൂം ഓപ്പണിംഗ് എനിക്ക് കുറച്ചും കൂടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലറ്റാഫയുടെ പെർഫ്യൂം കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ രണ്ട് പെർഫ്യൂംസിന്റെയും ഓപ്പണിങ്ങിലൊക്കെ ഇതിൽ എന്ന് പറയുന്നത് ഒരു വുഡി സ്പൈസി പെർഫ്യൂം അങ്ങനെയാണുള്ളത്. പക്ഷെ എന്നാൽ പോലും തുടക്കത്തിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഡേർട്ടി പച്ചൂലി എന്ന് പറയുന്നൊരു ഫീല് കിട്ടുന്നത് ഈ ഒരു ഇനീഷ്യോയുടെ പെർഫ്യൂമിൽ നിന്നാണ്. ഇതിലെ പച്ചൂലി അത്രയും ഒരു ഡേർട്ടി പച്ചൂലി എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല. കുറച്ചും കൂടെ ഒരു ഏർത്തിനെസ് കുറവുള്ളൊരു ഫീലാണ് എനിക്ക് ലറ്റാഫയുടെ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. ഈ പേരുകൾ രണ്ടും ഭയങ്കര കൺഫ്യൂസിങ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ചും കൂടെ പച്ചൂലിയുടെ സ്മെല്ല് കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ എനിക്ക് പച്ചൂലിയുടെ സ്മെല്ല് അത്രയും ഡോമിനേറ്റ് ചെയ്ത് കിട്ടുന്നില്ല. ഇനി ഈ രണ്ട് പെർഫ്യൂംസും പേര് കൊണ്ട് മിസ്ലീഡിംഗ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനു മുമ്പുള്ള ഈ രണ്ട് പെർഫ്യൂമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു പെർഫ്യൂം, അല്ലെങ്കിൽ ഊഡ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫ്യൂം എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഊഡ് പെർഫ്യൂം ലവർ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ പെർഫ്യൂം ട്രൈ ചെയ്യാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ബോട്ടിൽ കൈ കിട്ടിയപ്പോൾ ഇത് റിവ്യൂ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒറിജിനൽ എന്താണ് അറിയണമല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഈ ഒരു സാമ്പിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യാൻ പോകത്തില്ലായിരുന്നു. പക്ഷേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ധാരണ
അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇത് ഭയങ്കര ഒരു ഊഡ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് അല്ല. പേരിൽ ഭയങ്കരമായിട്ടൊരു ഊഡ് ഫോർ ഗ്രേറ്റ്നസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു വുഡി ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ വളരെ ഏർത്തി വുഡി ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഊഡിന്റെ ഒപ്പം തന്നെ ആ പച്ചൂലിയുടെ പ്രസൻസും ഈ രണ്ട് ഫ്രേഗ്രൻസസിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്ലീഡിംഗ് ആണ് പേര്. കാരണം ഇതിൽ ഊഡ് ഫോർ ഗ്രേറ്റ്നസ് എന്നുള്ള പേര് ഇട്ടത് കൊണ്ടാണ് ലറ്റാഫ ഊഡ് ഫോർ ഗ്ലോറി എന്നുള്ള പേരിട്ടത്. എന്താണേലും രണ്ട് പേരുകളും മിസ്ലീഡിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇത് അത്ര ഭയങ്കര ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു പെർഫ്യൂംസ് അല്ല. ഇനി ഇതിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഏർത്തി ആയിട്ടുള്ള ഒരു വുഡി ഫീൽ ആണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇനി സ്പൈസിനെസ് ഈ രണ്ട് പെർഫ്യൂംസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ളത് ഇനീഷ്യയുടെ പെർഫ്യൂമിലാണ്. രണ്ട് പെർഫ്യൂംസും ഈ ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഈ പെർഫ്യൂമും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സ്പൈസിനെസ് ആണ് കൂടുതലുള്ളത്. ഇതിനകത്തുള്ള സാഫ്രണിന്റെയും അതുപോലെ തന്നെ നട്ട്മെഗിന്റെയും സ്മെല്ലാണ് നമുക്ക് കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ രണ്ട് പെർഫ്യൂംസിലും ലാവൻഡർ ഒരു നോട്ട്സ് ആയിട്ട് ഫ്രേഗ്രന്റിക്കയിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പെർഫ്യൂമിൽ ലാവൻഡർ എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ പക്ഷെ എനിക്ക് ആ ഒരു ലാവൻഡറിന്റെ ആ ഒരു അരോമാറ്റിക് ഫീല് എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനൊരു വ്യത്യാസവും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇനീഷ്യയുടെ പെർഫ്യൂമിന്റെ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതിനകത്തുനിന്ന് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു മെഡിസിനൽ വൈബ്, ഭയങ്കര സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിന്റെ ഫീല്, അങ്ങനെയുള്ള ഒരു ക്ലീൻ മെഡിസിനൽ സ്റ്റെറൈൽ ഫീൽ ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് എനിക്ക് ഊഡ് ഫോർ ഗ്ലോറിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇനി ഇത് ഡ്രൈ ഡൗണിലേക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടും ആ ഒരു മസ്കി ഫീൽ കുറച്ചും കൂടെ കൂടുതലുള്ള അങ്ങനെയുള്ള ഒരു കോസി മസ്കി ഫീലും കൂടെ ഉള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് ഡ്രൈ ഡൗൺ ചെയ്യുന്നത്. അതും സിമിലർ ആണ്. ഈ രണ്ട് പെർഫ്യൂംസും ഡെവലപ്പ് ചെയ്യുന്ന രീതിയും ഇതിനുള്ള നോട്ട്സും ഒക്കെ സിമിലർ ആണ്. പക്ഷെ എന്നാൽ പോലും പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഊഡ് ഫോർ ഗ്രേറ്റ്നസിന്റെ പെർഫെക്റ്റ് ഡ്യൂപ്പാണ്, എക്സാക്ട് ഡ്യൂപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇതൊരു എന്താ പറയുക ഭയങ്കര എക്സാക്ട് ഡ്യൂപ്പാണ്, ക്ലോസ് ഡ്യൂപ്പാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പേഴ്സണലി വുഡി ഫ്രേഗ്രൻസസ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, ഊഡ് ഫ്രേഗ്രൻസസ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ പറയുവാണ്. ഈ പെർഫ്യൂം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ പെർഫ്യൂം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ഒരു ക്ലോസ് ഡ്യൂപ്പാണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡ്യൂപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറെ ഊഡ് ഫോർ ഗ്രേറ്റ്നസിന്റെ ക്ലോൺസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ക്ലോൺസ് എത്ര സിമിലർ ആണ് എന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ഫ്രേഗ്രൻസ് ലറ്റാഫയുടെ ഫ്രേഗ്രൻസ് ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നസിന്റെ പെർഫെക്റ്റ് ഡ്യൂപ്പ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സിമിലർ ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് ആണ്. ഓഫ് കോഴ്സ് സിമിലർ ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു DNA ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമിലാരിറ്റീസ് നന്നായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ രണ്ട് കയ്യിൽ സ്പ്രേ ചെയ്തിട്ട് സ്മെല്ല് ചെയ്യുമ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് സിമിലർ ആണ്, എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ വളരെ വ്യത്യസ്തമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഫ്രേഗ്രൻസസ് ആണ്. അതിപ്പം ഭയങ്കര പെർഫ്യൂമിനെ പറ്റി അഗാധ ജ്ഞാനമുള്ള ഒരാൾക്കെന്നല്ല, ഒട്ടും പെർഫ്യൂമിനെ പറ്റി അറിയാത്ത ഒരാൾക്ക് വരെ ഈ ഒരു രണ്ട് പെർഫ്യൂംസും സ്മെല്ല് ചെയ്യുന്ന സമയത്ത് സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ രണ്ട് പെർഫ്യൂംസും ഞാൻ കുറേ അധികം ആളുകളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തതിൽ എല്ലാ ആളുകളും പറഞ്ഞ ഒരു സെയിം കാര്യം ഇതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് ആയിരുന്നു ഇനീഷ്യോയുടേത്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഞാൻ ട്രൈ ചെയ്യിപ്പിച്ചതിൽ ഒരു സ്ത്രീ പോലും ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലീൻ, നല്ല പെർഫ്യൂം, അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞത് സിമിലാരിറ്റി ഉണ്ട് ഈ പെർഫ്യൂമായിട്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. ഈ രണ്ട് പെർഫ്യൂംസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ പെർഫ്യൂം ആയിരുന്നു. കാരണം ഇതിന് കുറച്ചും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാരക്ടർ കുറവാണ് എന്ന് തോന്നുന്നു. കാരണം ഇത് കുറച്ചും കൂടെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്, ഇതിന് അത്രയും കോംപ്ലക്സിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെർഫ്യൂംസും നമ്മൾ രണ്ട് കയ്യിൽ നിന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആണ്, നല്ല കോംപ്ലക്സ് ആണ്, പക്ഷെ ഇത് സ്മെൽ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി വളരെ വീക്കാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണിത്. ഇനി എനിക്ക് തോന്നുന്നു ആളുകളുടെ ഒരു ഒപ്പീനിയൻ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പ്രൈസ് പറഞ്ഞാൽ ചിലപ്പോൾ ഒപ്പീനിയൻ മാറും കേട്ടോ. കാരണം ഇത് 320 പൗണ്ടിന്റെ അല്ലെങ്കിൽ 25,000 രൂപയുടെ ഒരു പെർഫ്യൂം എന്ന് പറയുന്നതും 20 പൗണ്ടിന്റെ 30 പൗണ്ടിന്റെ അല്ലെങ്കിൽ 2,000 രൂപയുടെ പെർഫ്യൂം എന്ന് പ്രൈസ് പറഞ്ഞാൽ അഭിപ്രായം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ഒന്നും പറയാതെ ഞാൻ ട്രൈ ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇനീഷ്യയുടെ പെർഫ്യൂം ആയിരുന്നു ഇതിൽ വെച്ചിട്ട്. ഇനി
എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് ഈ 2 പെർഫ്യൂം നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലറ്റാഫയുടെ പെർഫ്യൂം നിങ്ങൾക്ക് ഒരു ഡേ യൂസിന് പറ്റും, ഇനീഷ്യയുടെ പെർഫ്യൂം ഒരു നൈറ്റ് യൂസിന് പറ്റും. അപ്പം അങ്ങനെയാണ് എനിക്കിതിനെപ്പറ്റി തോന്നുന്നത്. ഇനി ഇതാണ് മെയിനായിട്ട് എനിക്ക് ഈ 2 പെർഫ്യൂംസിനെ പറ്റിയിട്ടും തോന്നിയിട്ടുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ 2 പെർഫ്യൂംസും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെ ഒരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഇത് എക്സാക്ട് ഡ്യൂപ്പ് അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.